ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ ഒരു ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഇതൊരു ഓപ്പൺ ഗൗണാണ്. ലൈനിങ്ങും മെറ്റീരിയലും സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം, അപ്പോഴേ നിങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലാവുള്ളൂ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ലൈനിങ്ങും ടോപ്പും സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ രണ്ടും സെപ്പറേറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ മെറ്റീരിയൽ എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇപ്പോഴാണ് അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം ഒത്തു വന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ 3 മീറ്റർ ഉണ്ട്. ലൈനിങ്ങും 3 മീറ്റർ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് കാണാം. ഇത് ഞാൻ എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. 14 ഇഞ്ച് അതിന് വേണ്ടി എടുത്തിട്ട് ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇവിടെ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് താഴെ 1 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, സീം എലവൻസിന് വേണ്ടിയിട്ട്. ഇത് പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ടാണോ അതോ ഈ ഒരു കളർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, മാർക്കിങ് തെളിഞ്ഞ് കാണുന്നില്ല ചോക്കിൻ്റെ. ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആം ഹോൾ മാർക്ക് ചെയ്തു 7.5 ഇഞ്ച്. ഇനി നമ്മൾ നെക്ക് വിഡ്ത്ത് ഇവിടെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തു. അതുപോലെ ബാക്ക് നെക്ക് 3 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് സീം എലവൻസും കൂടി കൂട്ടി 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് ജോയിൻ ചെയ്തിട്ട് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. 7.5 ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ കൂടെ സീം എലവൻസും കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് വരച്ചു കൊടുക്കണം. ഇനി നമ്മൾ താഴെ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒന്ന് വരച്ചെടുക്കണം. ഫ്രണ്ട് നെക്ക് ഞാൻ വി ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ സ്കെയിൽ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഓപ്പൺ ആയിട്ടുള്ളൊരു ഗൗണാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാർക്കിങ്. ഇത് ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിൽ 3 ഇഞ്ചിൽ, അതുപോലെ ഇത് നമ്മൾ വി നെക്ക് 5 ഇഞ്ചിലെടുത്തത്. എന്നിട്ട് ഷോൾഡർ ഇതുപോലെ ചെരിച്ച് വരച്ചെടുത്തു. ആം ഹോളും ഷേപ്പ് ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് പോർഷൻ ഇതിൽ നിന്നും കട്ട് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് സെൻറ്ററിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗൗണാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പോർഷൻ നോക്കാം. അതിനു മുന്നേ ഞാനിവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു നാട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് 56 ഇഞ്ചാണ്. നമ്മൾ യോക്ക് പാർട്ട് ഓൾറെഡി 14 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ 42 ഇഞ്ച് എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്, നമുക്ക് സീം എലവൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് 2 പോർഷനായി കട്ട് ചെയ്തെടുക്കണം.
ശേഷം ഒന്ന് മാറ്റി വെച്ച് വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ഓപ്പൺ ഉള്ളതാണല്ലോ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ആം ഹോൾ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും ഒരു 3 ഇഞ്ചിൽ ഇപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഞാനിവിടെ ഫുൾ സ്ലീവ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത്ത് 22 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്യാം. നമ്മൾ ആ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഒരു മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും പുറത്തേക്ക് 1/2 ഇഞ്ചിലും അതുപോലെ താഴേക്ക് 1/2 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ യോക്ക് പാർട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ചോക്ക് കൊണ്ട്. ശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ലൈനിങ്ങിലെ നെക്കിൽ സെപ്പറേറ്റ് കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിനെ സ്റ്റിച്ചിങ് ടൈമിൽ കാണിക്കുന്നുണ്ട്. സ്ക്വയർ ഷേപ്പിലൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്ക്. ഇനി നമ്മൾ താഴത്തെ പോർഷൻ കട്ട് ചെയ്യണം. ഞാൻ ലൈനിങ്ങിലും ചെറിയൊരു ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് 2 സൈഡിലുമായിട്ടാണ്, ഫ്രണ്ടിലല്ല. കാരണം നമ്മൾ ഓപ്പൺ വരുന്ന ആ ഡ്രസ്സിൽ ഓൾറെഡി ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ രണ്ടിലും സെൻറ്ററിൽ കാണുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. ഇവിടെ ഞാൻ ലെങ്ത്ത് 42 ഇഞ്ച് എടുത്തിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ലൈനിങ് ക്ലോത്ത് വിഡ്ത്ത് 17 ഇഞ്ചും എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്രില്ല് മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കാണാം. ആദ്യം നമ്മൾ ഫ്രണ്ട് യോക്ക് പാർട്ട് ഉണ്ടല്ലോ, നമ്മൾ രണ്ടായിട്ട് വെട്ടി മാറ്റി വെച്ചിട്ടുള്ള അത് ഇതുപോലുള്ള ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. നെക്ക് തൊട്ട് നമ്മൾ യോക്കിൻ്റെ എൻഡ് വരെ അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ ക്രോസ് പീസ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ അത് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. 2 പോർഷനും ഇതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം. ഷേപ്പിന് വേണ്ടി നമുക്ക് ഉള്ളിൽ ചെറിയ കട്ടിട്ട് കൊടുക്കാം. നമ്മളിത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ 2 പീസും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം.
ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നത്. അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴത്തെ പോർഷൻ അറ്റാച്ച് ചെയ്യാം. ഞാൻ ആദ്യം ബാക്ക് പാർട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ താഴെയുള്ള ഓപ്പൺ വരുന്ന 2 പീസിൻ്റെയും സൈഡിലൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ ഉണ്ടാവും. രണ്ട് പീസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. രണ്ട് ഷോൾഡറും ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഗൗണ് ഇത്രയും ആയിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഇനി നമുക്ക് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്ലീവും നമ്മൾ സെയിം മെത്തേഡിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ എഡ്ജ് ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇത് ക്ലോത്തിൻ്റെ കരഭാഗമായതുകൊണ്ട് ഞാൻ ഒറ്റൊരു മടക്കേ മടക്കിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മളതിൽ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. സ്ലീവിൻ്റെ എഡ്ജിൽ നിന്നും 1 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മളിതിൻ്റെ പുറത്തു കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു സ്റ്റിച്ച് കൂടി പുറത്തുകൂടി കൊടുക്കുന്നുണ്ട്. മറ്റേ സ്ലീവും നമ്മളിതുപോലെ സൈഡ് ഫിനിഷ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഗൗണിൻ്റെ സൈഡ് അറ്റാച്ച് ചെയ്യാണ്. ഇതുപോലെ സ്ലീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ താഴത്തെ പോർഷൻ വരെ അറ്റാച്ച് ചെയ്തെടുക്കണം.
രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഗൗണിൻ്റെ താഴത്തെ പോർഷൻ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഗൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ യോക്ക് പാർട്ട് എടുത്തു. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് നെക്ക് വേറെ തന്നെ കട്ട് ചെയ്യാനുണ്ടെന്ന്. നമ്മൾ 3 ഇഞ്ച് വിട്ടിൽ നെക്ക് എടുത്തിട്ട് നെക്ക് ലെങ്ത്ത് ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിലെ യോക്ക്. അപ്പോൾ ഇവിടെയും അതുപോലെ നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നെക്ക് ലെങ്ത്ത് ഒരു 5 മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ആദ്യം ബാക്ക് നെക്കാണ് ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്യാം. ഞാൻ അതിനു വേണ്ടി ഒരു പീസ് വേറെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായത് നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട്
തിരിച്ചിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ആ പീസ് അടിയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ക്ലിയറായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ എക്സ്ട്രാ വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കണം ഷേപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ തിരിച്ചിട്ടിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത ഈ ഒരു പീസിൻ്റെ എഡ്ജും നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. രണ്ട് ഷോൾഡറും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ താഴത്തെ പോർഷൻ അറ്റാച്ച് ചെയ്യാണ്. ഞാനിതിൽ മുഴുവനായിട്ട് ഫ്രില്ലിടുന്നില്ല, രണ്ട് സൈഡിൽ മാത്രമാണ് ഫ്രില്ലിടുന്നത്. സെൻറ്റർ പോർഷൻ നമ്മൾ പ്ലെയിനായിട്ട് വിടുകയാണ്. കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി ഇതുപോലെ ലാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലും ഫ്രില്ലിട്ട് കൊടുക്കണം.
സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ബാക്ക് പോർഷനും ചെയ്തെടുക്കണം. ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ ആം ഹോളിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. നമ്മൾ നെക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്ലീവ്ലെസ് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിൽ ഓൾറെഡി സ്ലീവ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ലൈനിങ്ങിൽ സ്ലീവൊന്നും എടുത്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം. നമ്മുടെ ഗൗണിൻ്റെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ലാസ്റ്റായിട്ട് ലൈനിങ്ങിൻ്റെ താഴത്തെ പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ബാൻഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓപ്പൺ വരുന്ന പോർഷനിലൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ആ ഒരു പോർഷനിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം 2 സൈഡിൽ. ബാൻഡിന് താഴെയായിട്ട് ഞാനൊരു ഹൂക്ക് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആവശ്യം പോലെ ഓപ്പൺ ചെയ്തോ അല്ലാതെയും ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.